ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ഐശ്വര്യ. അപ്പോൾ കുറേ നാളായല്ലോ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. വേറെ ഒന്നല്ല കേട്ടോ, എക്സാമൊക്കെ ആയിരുന്നു, അതിൻ്റെ തിരക്കും അതൊക്കെ ആയിരുന്നു കേട്ടോ വീഡിയോസ് ഇടാത്തത്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ലെങ്തി വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായില്ലേ. അപ്പോൾ അത് കാണാത്തവരെന്തായാലും അതൊക്കെ പോയി കാണാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അല്ലേ എക്സാംസൊക്കെ? ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. എക്സാം കുഴപ്പമില്ലായിരുന്നു, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് എന്താ പറയുക, വെക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണല്ലേ. അപ്പോൾ എല്ലാവരും വെക്കേഷനായിട്ട് എന്താ പരിപാടി? കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ. പ്ലാൻ ചെയ്തവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ചെയ്യാത്തവർക്കൊക്കെ പറ്റിയൊരു ടിപ്സൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ കുറച്ച് വെക്കേഷൻ ബോറടിച്ചിരിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഫോക്കസ് ചെയ്യുന്നൊരു ബിഗിനറായ ആർട്ടിസ്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ബിഗിനർ ആർട്ടിസ്റ്റിന് അവർക്ക് എങ്ങനെ ആർട്ട് ജേണി സ്റ്റാർട്ട് ചെയ്യാം, ഈ വെക്കേഷൻ എങ്ങനെ നന്നായിട്ട് അവരുടെ സ്കിൽസൊക്കെ കൂട്ടാം, അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആർട്ടിസ്റ്റ് തന്നെ ആവണമെന്നില്ല കേട്ടോ, എല്ലാത്തവർക്കും നമുക്ക് ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ, എല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ. എല്ലാവർക്കും ഫോളോ ചെയ്യാം. ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അവർക്ക് കുറച്ചും കൂടി ചില ടിപ്സൊക്കെ യൂസ്ഫുൾ ആവാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ മറ്റുള്ളവർക്കും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് അടിപൊളി ടിപ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവസാനം വരെ വീഡിയോ കാണാം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ലൈക്കിനോട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് വേഗം വരെ. അപ്പോൾ തന്നെ നമുക്ക് ടിപ്സിലോട്ട് കിടക്കാം. അധികം അങ്ങോട്ട് പറഞ്ഞ് വെറുപ്പിക്കണില്ല ഞാൻ. അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് കിടക്കാം. ഞാൻ ഫോളോ ചെയ്യണതല്ല കേട്ടോ, കാരണം കുറേ ഒന്നും എനിക്ക് ഇനിയും ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ച കുറേ ടിപ്സൊക്കെയാണ്. ഈ ടിപ്സൊക്കെ എൻ്റെ ഇതിൽ ആഡ് ചെയ്താൽ കുറച്ചും കൂടി എൻ്റെ സ്കിൽസ് ആയാലും ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആവുമെന്ന് എനിക്ക് തോന്നിയ കുറച്ച് ടിപ്സും പിന്നെ ഞാൻ കുറച്ച് ഫോളോ ചെയ്യുന്ന ടിപ്സൊക്കെയാണ് കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആർട്ടിസ്റ്റിന് കുറച്ചും കൂടി യൂസ്ഫുള്ളാണ്, എല്ലാത്തവർക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല, കുറച്ചും കൂടി ആർട്ടിസ്റ്റിനാണ് കുറച്ചും കൂടി ഇത് പറ്റുന്നത്. ഓക്കെ, ഇത് രണ്ട് പേർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ടിപ്സിലോട്ട് പോയാലോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സെറ്റ് എ സ്മോൾ ഗോൾ ഫോർ എ വെക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ലേൺ എ ന്യൂ ആർട്ട് ടെക്നിക്സ്, റീഡ് എ ബുക്സ്, സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ഗോൾസ് സെറ്റ് ചെയ്യാം. ഈ വെക്കേഷൻ ആകുമ്പോഴേക്കും ഞാൻ ഇന്നതൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ പഠിക്കും എന്നുള്ളൊരു ഗോൾസ് സെറ്റ് ചെയ്യുക. അതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻറ്റ് കൂട്ടാൻ പറ്റിയൊരു സംഭവമാണ്. നമ്മൾ ആ ഒരു ഗോളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതെന്തായാലും ചെയ്യും. അങ്ങനെ ചെയ്യണവരുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു കാറ്റഗറി പെട്ടതാണ്. ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് വെച്ച് ചെയ്യണവരുണ്ട്. ഞാൻ ആ ഒരു കാറ്റഗറി പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഡെയിലി വർക്കൗട്ട് ചെയ്യാമെന്നുള്ളതാക്കാം. ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരാവാം. ഇപ്പോൾ എക്സാമൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡിയൊന്നും അത്രയും സെറ്റായില്ലേ. അപ്പോൾ എക്സാം തിരക്കൊക്കെ കഴിഞ്ഞ് വെക്കേഷനായി, അപ്പോൾ നിങ്ങൾക്ക് ഇനിയും അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ. പിന്നെ ഡെയിലി ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കും, അങ്ങനെ ഓരോ ഗോൾസ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഡെയിലി ഇത്ര ബുക്സ് വായിക്കും, ഡെയിലി ബുക്സ് വായിക്കും. ആ ബുക്സ് വായിക്കുന്നതൊക്കെ ഭയങ്കര നല്ലൊരു ശീലമാണ്. എനിക്കൊരു സ്വഭാവമില്ല, എനിക്ക് മടിയാണ് വായിക്കാൻ, വേറെ ഒന്നുമല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാണ്ടൊന്നുമല്ല, എനിക്ക് മടിയാണ് വായിക്കാൻ വേണ്ടി. ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണമെന്ന് എനിക്കുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ബുക്സ് വായിക്കാം. കുറച്ചുകൂടി ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അത് നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് അത് വായിക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബ് ചാനൽ തുടങ്ങുക വളരെ നല്ലൊരു കാര്യമാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങുക, നമുക്കൊരു ഏണിങ്സ് കിട്ടുക. ഏണിങ്സ് എനിക്കൊന്നും കിട്ടാറായിട്ടില്ല കേട്ടോ. ഏണിങ്സ് കിട്ടണമായിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു വെക്കേഷൻ ടൈമിൽ തുടങ്ങിയതാണ്, വെറുതെ നേരം പോക്കിന് വേണ്ടി തുടങ്ങിയത്. ബട്ട് ഇപ്പോൾ ഒരു 1K സബ്സ്ക്രൈബേഴ്സിനാവുമെന്ന് വിചാരിച്ചിട്ടൊന്നും തുടങ്ങിയതല്ല കേട്ടോ. ഇങ്ങനെ കാശുണ്ടാക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. വെറുതെ എനിക്ക് നേരം പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. എനിക്ക് മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നു, ആഗ്രഹം കഴിഞ്ഞ കൊല്ലമാണ് നടന്നത് കേട്ടോ. അപ്പോൾ വെറുതെ തുടങ്ങിയതാണ്. പക്ഷെ അത് ഇങ്ങനെ ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ അന്ന് ഇതുപോലെ കൊണ്ട് നടന്നുകൊണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ ചാനലുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങാം, നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. ചിലപ്പോൾ ആദ്യമൊക്കെ നല്ല റീച്ച് കിട്ടും കേട്ടോ. ചിലപ്പോൾ റീച്ച് കിട്ടില്ല. റീച്ച് കിട്ടിയെങ്കിൽ നമ്മൾ ഇനി വീണ്ടും ചെയ്യും. ആ സമയത്ത് നമ്മൾ സ്റ്റഡീസൊന്നും കളയരുത്. നമ്മൾ സ്റ്റഡീസും യൂട്യൂബും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകണം, ഒക്കെ ഒരു ബാലൻസ് ലെവലിൽ കൊണ്ടുപോകണം. കാരണം അത് അത്ര എളുപ്പമുള്ള പണിയല്ല. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ വിട്ടു, അത് വിടരുത്. എപ്പോഴും രണ്ടും കൂട്ടി പിടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അനുഭവിക്കേണ്ടതാണ്. സ്റ്റഡീസും യൂട്യൂബും വരയ്ക്കണം ഒക്കെ കൂടി കൊണ്ടുപോയിട്ട് ഭ്രാന്തായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ. കാരണം എല്ലാം കൂടി കൊണ്ടുപോകും ഭയങ്കര വീഡിയോ ഉള്ളതായിക്കോട്ടെ, പഠിക്കുന്ന കാര്യമായിട്ട് അത്യാവശ്യം പണിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം രണ്ടും കൊണ്ടുപോവുക. നമ്മൾ യൂട്യൂബിൽ തുടങ്ങണം നല്ലതാണ്, നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ എഡിറ്റിംഗ് ആയിക്കോട്ടെ, എനിക്കത് എഡിറ്റിംഗ് ഒന്നും വലിയ പിടുത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ എഡിറ്റ് ചെയ്ത് കുറേയൊക്കെ സെറ്റായി തുടങ്ങി. പിന്നെ ഒരുപാട് സംഭവം വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് നേരം പഠിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റും. പിന്നെ സംസാരിക്കുന്നത് നമുക്ക് കോൺഫിഡൻസ് ലെവലിൽ കൂടും കേട്ടോ. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. സംസാരിക്കുമ്പോൾ തെറ്റുമോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, നാലാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ പേടി നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർ ചിലരോട് പറയും, ഐശ്വര്യമാണോ സംസാരിക്കുന്നേ, കാരണം എത്ര സംസാരിക്കാത്ത ആളാണ്, യൂട്യൂബിൽ ഭയങ്കര വർത്തമാനമാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കുക, ഐശ്വര്യ തന്നെയാണോ, ഐശ്വര്യക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയുമെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സംസാരിക്കുന്നത്, നമ്മുടെ ഒരു സ്പീക്കിംഗ് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോസ് എടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നല്ലോണം കൂടും കേട്ടോ.
അതൊക്കെ എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് യൂട്യൂബ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്നതായിക്കോട്ടെ, നമ്മളൊരു കാര്യം ചെയ്യുന്നതായിക്കോട്ടെ, ഒക്കെ നല്ല ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ തുടങ്ങുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞ് ട്രൈ ഡെയിലി മിനി പ്രൊജക്റ്റ് എന്നുള്ളതാണ് കേട്ടോ. അത് വേറെ ഒന്നും ലൈക്ക് ഡൂഡിലിങ്, ക്രാഫ്റ്റിംഗ്, പെയിൻറ്റിങ്, ജേർണലിങ് അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഡെയിലി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക. ഫോർ ഒരു ആർട്ടിസ്റ്റാണെങ്കിൽ നിങ്ങൾക്ക് 30 ഡേ ചാലഞ്ചൊക്കെ എടുക്കാം, 30 ഡേ 10 ഡേ. എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. ചിലർ കണ്ടിട്ടില്ലേ, നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ വരയ്ക്കുക, 100 ഫോളോവേഴ്സിനെ വരയ്ക്കും, 10 ദിവസം വരയ്ക്കും, 30 ദിവസം വരയ്ക്കും, അങ്ങനെ കണ്ടിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇടണമെന്നൊന്നുമില്ല, നിങ്ങളൊരു അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി 30 ദിവസം എടുത്തിട്ട് നേച്ചുറലായിട്ടുള്ളൊരു തീം എടുത്തു. അപ്പോൾ നാളെ നിങ്ങൾക്ക് വേറൊരു തീം, അങ്ങനെ 30 ദിവസം നിങ്ങൾ സെറ്റ് ചെയ്യുക. ഗൂഗിൾ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതുപോലെ ഡെയിലി വരയ്ക്കുക കേട്ടോ. അത് നമ്മുടെ സ്കിൽസ് കൂട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതന്നെ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും പിന്നെ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാം, പേപ്പർ ക്രാഫ്റ്റ്സ്, അങ്ങനെയുള്ള ക്രാഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേസൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ചിത്രം വരയ്ക്കാം, പിന്നെ ഒന്ന് ഡൂഡലിങ് ആർട്ടൊക്കെ ചെയ്യാം. അതൊക്കെ നല്ല ക്ഷമ വേണ്ട സംഭവങ്ങളാണ്. അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ. ജേർണൽ ഉണ്ടാക്കാൻ, അപ്പോൾ യുവർ ചോയ്സ് കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ ഡെയിലി അങ്ങനെ ചെറിയ വർക്ക്സ് ഒക്കെ ചെയ്യാവുന്നതാണ്. അന്നത്തെ ടിപ്പിലേക്ക് പോയാലോ, ലേൺ സംതിങ് ന്യൂ ഇൻ ഓൺലൈൻ. അതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് യൂട്യൂബിൽ നമുക്ക് ആർട്ട് റിലേറ്റഡ് ട്യൂട്ടോറിയൽസൊക്കെ കിട്ടും. ആർട്ട് എന്നല്ല, ഏത് സംഭവമായാലും നമുക്ക് എഡിറ്റിംഗ് പഠിക്കാം. ഇതൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. എഡിറ്റിംഗ് ആയിക്കോട്ടെ, നമുക്ക് ആർട്ട് റിലേറ്റഡ് ട്യൂട്ടോറിയൽസൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇവിടെ എൻ്റെ ചാനൽ തന്നെ ഉണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. കുറച്ച് പ്രൊഫഷണലായിട്ട് പഠിക്കുന്നതൊക്കെ നിങ്ങൾ ഒരുപാട് കുറേ ചാനൽസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ഒരുപാട് പഠിക്കാൻ പറ്റും. ഡിജിറ്റൽ ആർട്ട്, മ്യൂറൽ പെയിൻറ്റിങ്, ഡൂഡലിങ്, ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട് ആർട്ട് റിലേറ്റഡായിട്ട് പഠിക്കാൻ ഇഷ്ടംപോലെ. ഫാബ്രിക് പെയിൻറ്റിങ് ഒക്കെ എൻ്റെ ചാനലിൽ ഇഷ്ടംപോലെ ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഒന്നുമില്ല, അത്യാവശ്യം 3-4 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്ത എന്നാലും ഇതൊക്കെ പോയി കാണുക. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ പഠിക്കുന്ന ആഗ്രഹമുള്ളവർ അതൊക്കെ പോയി കാണുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് കോഡിങ് പഠിക്കാം, എഡിറ്റിംഗ് നേരത്തെ പറഞ്ഞു, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, പിന്നെ വേറെന്താ ലാംഗ്വേജസ് പഠിക്കാം, ഗ്രാമേഴ്സ് പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ ആഗ്രഹം അതൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാം. വെക്കേഷൻ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ സംഭവങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്കിൽസും നമ്മുടെ ഒരു നോളജൊക്കെ കൂട്ടാൻ പറ്റിയ സംഭവം. വെറുതെ ഇന്ന് റീൽസ് നോക്കിയിരിക്കണതല്ല. റീൽസ് നോക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ, കാരണം ഞാൻ റീൽസ് നോക്കുന്ന ഒരാളാണ്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസും സ്റ്റോറിയും ഒക്കെ ഇടും. പക്ഷേ എത്ര നേരം വെച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയിരിക്കുക, ഒരു ലിമിറ്റില്ലേ. ആ ഒരു ടൈമിൽ കുറച്ച് നേരം നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്താൽ ഫസ്റ്റ് നമുക്ക് ഫണ്ണൊക്കെ ആയിട്ട് തോന്നും. പിന്നീട് നമുക്കത് നല്ല യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവൻ നമുക്ക് ആർട്ട് റിലേറ്റഡ് പഠിക്കാൻ പോകുന്നവരൊക്കെ, ഡിസൈനിങ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ ആർട്ട് ഈ വരയ്ക്കുന്ന കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ നല്ലോണം ഇമ്പ്രൂവ് ഇപ്പോഴേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴേ നന്നായിട്ട് ചെയ്യുക. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കമ്പ്യൂട്ടർ കോഡിങ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും, വീഡിയോ എഡിറ്റിംഗ്, ഇതൊക്കെ നല്ല ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഭയങ്കര പ്രൊഫഷണൽ എഡിറ്റേഴ്സിനെ പോലെയല്ല. നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മളൊരു ഗാങ്ങിലുണ്ടാവില്ല എല്ലാം വീഡിയോസ് എഡിറ്റ് ചെയ്ത് തരുന്നു, ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരാൾ, ആ ചങ്കിനോട് ചെയ്തരും ചോദിക്കുന്ന ടൈം കൊണ്ട് നമുക്കതൊക്കെ പഠിച്ച് നമുക്ക് ചെയ്തുകൂടെ. നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിലൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്കും കുറച്ചൊക്കെ പഠിക്കാം. കുറേ പെയ്ഡ് ആപ്സ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള ആപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നോക്കി പഠിക്കാം കേട്ടോ. അപ്പോൾ 4th ടിപ്പ് എന്ന് പറയുന്നതും ഏകദേശം ഇതുപോലെ റിലേറ്റഡ് ആയിട്ടാണ്. ജോയിൻ എ വർക്ക്ഷോപ്പ് ഓർ ആർട്ട് ക്ലാസ് ഇൻ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. അതും ഇതുപോലെ നേരത്തെ പറഞ്ഞില്ല, അതേപോലെ റിലേറ്റഡ് ആയിട്ടാണ്. ആർട്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, വേറെ എന്ത് ക്ലാസ് ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഭയങ്കര പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ അടുത്ത ഏത് ക്ലാസ്സിലേക്കാണ് പോകുന്നത് അവിടെ പഠിക്കണ കാര്യങ്ങൾ ഇപ്പോഴേ പഠിച്ചു വയ്ക്കും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇൻട്രസ്റ്റാണ്. അപ്പോൾ ആർട്ട് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാം. അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പം എൻ്റെ കാര്യം എടുത്തോട്ടെ, ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അത് എത്ര നാൾ ചിന്തിച്ചതൊക്കെ പൊട്ടത്തരായിരുന്നു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ ഭയങ്കര പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളായിരിക്കും അല്ലേ. അപ്പോൾ അവരിൽ നിന്ന് ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ കിട്ടിയ ചാൻസ് ആരും കളയരുത്, മാക്സിമം യൂട്ടിലൈസ്. ചിലർക്ക് ഫീസൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ, നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാം. പാരൻസ് പൊക്കോന്ന് പറഞ്ഞിട്ട് പോകാണ്ട് വെറുതെ ഇരിക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ മാക്സിമം കിട്ടിയ ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്ത് ക്ലാസ് ആയിക്കോട്ടെ, വർക്ക്ഷോപ്പൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അവിടെ നിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആർട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ ആർട്ട് റിലേറ്റഡുള്ള ഫ്രണ്ട്സ് വളരെ കുറവായിരിക്കും. സ്കൂളിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല, ഇൻട്രസ്റ്റുള്ള ഇഷ്ടംപോലെ പിള്ളേരാണ്. അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർക്ക് അതുപോലെ തന്നെ ക്യാച്ചപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, എസ്പെഷ്യലി ആർട്ടിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഒരു ആർട്ട് റിലേറ്റഡ് പറയുമ്പോൾ കേട്ടിരിക്കും, പക്ഷെ അവർക്കൊന്നും മനസ്സിലാവില്ല ചിലപ്പോൾ. അപ്പോൾ ആർട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് നമുക്ക് ആ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം മനസ്സിലാവുള്ളൂ, ആ ഒരു വൈബ് കിട്ടുള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് വെച്ച് വൈബില്ല എന്നല്ല കേട്ടോ, അവരായിട്ട് നല്ല വൈബാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഈ ഒരു കാര്യത്തേക്ക് വരുമ്പോൾ നമ്മൾ അതേ വൈബ് കിട്ടുന്ന ആൾക്കാർ വളരെ കുറവാണ്. എനിക്കെന്നൊക്കെ പറയുമ്പോൾ
അതില്ലെന്ന് തന്നെ പറയാം. വളരെ കുറവാണ് നമുക്ക് അങ്ങനെ ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ കിട്ടി നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാം. ഈ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളൊരു ക്ലാസ് ജോയിൻ ചെയ്യണമെങ്കിൽ ഓഫ്ലൈനെ കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. കാരണം നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ കിട്ടുമായിരിക്കും, ഇല്ലയൊന്നും പറയാനില്ല. കുറച്ചുകൂടി നല്ലത് ഓഫ്ലൈനാണ്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. അവരെന്ന് പറയുമ്പോൾ ആർട്ട് പഠിക്കുന്ന ആൾക്കാർ മിക്കതും ഒരേ വൈബുള്ള ആൾക്കാരാവും. അപ്പോൾ നമ്മുടെ വൈബിനൊത്ത ഫ്രണ്ട്സിനെ കിട്ടും. ആർട്ടാവണമെന്നില്ല, ഡാൻസ് ആവാം, മ്യൂസിക് ആവാം, വയലിൻ എന്തായിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റുള്ള ആൾക്കാരെ കൂടുതലുണ്ടാവുക. അപ്പോൾ നമ്മുടെ വൈബിനൊത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായാലും നമുക്ക് ഒരുപാട് അവരിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് സ്കിൽസും നമ്മൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക, അതൊക്കെയാണ് ഇത് പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമാണ്, വീട്ടിലിരുന്നാൽ മതി, ആ ടൈമിന് ചെയ്താൽ മതി, അതൊക്കെ ഓക്കെ. ഇത് പുറത്തൊക്കെ പോകണം, അതൊക്കെ ഓക്കെയാണ്. ബട്ട് നമ്മൾ എപ്പോഴും വീട്ടിലിരിക്കാതെ നമുക്ക് ബോറടിക്കില്ലേ? കുറച്ച് നേരം 1-2 മണിക്കൂറെങ്കിൽ പുറത്തിറങ്ങി നമുക്ക് നല്ല പഠിക്കുക. അങ്ങനെ 2-3 മണിക്കൂറൊക്കെ നേരം സ്പെൻഡ് ചെയ്താൽ മതി. ഒരുപാട് നേരം നമുക്ക് വെക്കേഷൻ ടൈമിൽ അവരൊന്നും പഠിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല, കുറച്ച് നേരം പോയാൽ പോലെ. അപ്പോൾ ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. നിങ്ങൾ സ്വയം പഠിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് നേരം പോയാൽ മതി, അത്രയല്ലേ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഡെക്കറേറ്റ് യുവർ സ്പേസ് ഓർ DIY പ്രൊജക്റ്റ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ റൂമിലത്തെ വോളൊക്കെ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാം. അത് നമുക്ക് നല്ല നേരം വെക്കാം അല്ലേ? നമുക്കൊരു ചിത്രമൊക്കെ വരച്ച് വെക്കാം. അത് പാരൻസിനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. ലാസ്റ്റ് ഒരൊന്നും വരച്ചിട്ട് അമ്മ ചീത്ത പറഞ്ഞിട്ട് വലിയ കാര്യം, വെറുതെ കിടന്ന് കരയാന്നേ ഉള്ളൂ. എൻ്റെ പാരൻസിനോട് ഞാൻ പറയും എനിക്ക് വരയ്ക്കണം, സമ്മതിക്കില്ല, ചുമ്മാ വരച്ച് വെക്കണമെന്ന് പറയും. ചിലപ്പോൾ കൊളാക്കുമെന്ന് വെച്ചിട്ടാണ് പറയണത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ടൈമൊന്നും അവർ എനിക്കത്ര വരയ്ക്കാറില്ലായിരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ വരച്ച് കൊളാക്കുന്നു. ഇപ്പോൾ എനിക്ക് വരയ്ക്കറിയണോണ്ട് അവർ അതിപ്പോൾ സമ്മതിക്കും. എനിക്ക് അതിനുള്ള മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്ക്, ഇപ്പോൾ സ്റ്റഡി ടേബിൾ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡെസ്ക് ആയിക്കോട്ടെ, അവരൊക്കെ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ചുമരൊക്കെ നല്ല പിക്ചേഴ്സൊക്കെ വരച്ച് വെക്കാം. നമുക്ക് അല്ലെങ്കിൽ മേടിക്കാൻ കിട്ടും കേട്ടോ, കുറേ പിക്ചേഴ്സൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് പൊട്ടിച്ച് വെക്കാം. പാരൻസിനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. വെറുതെ അവിടെ പൊട്ടിച്ച് വെച്ചിട്ട് അവിടെ വായിക്കണ എടുത്ത് കേൾക്കാൻ നിൽക്കണ്ട. അപ്പോൾ അവിടെ ചോദിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ മാക്സിമം നമ്മുടെ റൂമിൽ ചെയ്യുന്ന സംഭവം നമ്മളുടെ കൈ കൊണ്ട് ചെയ്ത് നോക്കുക. കാരണം ഒരു പെയിൻറ്റിങ് വരച്ചിട്ട് തെറ്റിക്കോട്ടെ, വലിയ ഭംഗിയൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ അതൊക്കെ വെക്കുക. അത് പുറത്തുനിന്ന് മേടിച്ച് വെക്കുന്ന ഫീൽ നമ്മൾ ചെയ്തൊരു സാധനം വെക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ റൂമിൽ കയറി വന്നാൽ കൊള്ളൂല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അത് ഞാൻ ചെയ്തതാണെന്ന് പറയാം. വേറെ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അത് പുറത്തുനിന്ന് മേടിച്ചാന്നല്ലേ, നമ്മൾ ചെയ്തെന്ന് പറയുമ്പോൾ നമുക്കൊരു ഞാൻ ചെയ്ത സാധനം അങ്ങനെ പറയാമല്ലോ, നല്ല രസമല്ലേ? എനിക്ക് ഇഷ്ടമാട്ടോ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്ത് വെക്കുക, ഞാൻ ചെയ്ത് വെക്കുക എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെസ്ക് നമ്മൾ വൃത്തിയാക്കുക. നമുക്ക് പെൻസിൽ ഒരു ഭാഗത്ത്, പെയിൻറ്റ് ഒരു ഭാഗത്ത്, ബ്രഷ് ഒരു ഭാഗത്ത്, അത് നല്ല വൃത്തിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസറൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. നമുക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എന്തായാലും വരും, ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസേഴ്സൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വൃത്തിയാക്കുമ്പോൾ നമുക്കിനി ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടുമല്ലേ? വേസ്റ്റാണെന്ന് വെച്ചാൽ കുറേ സാധനം കളയും, ബട്ട് കളയരുത് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ്, പിന്നീട് എപ്പോഴും യൂസ്ഫുൾ ആവും. ഇപ്പോൾ കാർഡ്ബോർഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് പിന്നീട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്നും കളയരുത്, എടുത്ത് വെക്കുക. എൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ എല്ലാ സാധനവും എടുത്ത് വെച്ചൊരു വലിയ ആക്രിക്കട കൊലയിട്ടുണ്ട്. എല്ലാ സാധനവും എടുത്ത് കളയും, അതാണ് പ്രശ്നം. പക്ഷേ എൻ്റെ അമ്മയ്ക്കായിരിക്കും കേട്ടോ ഞാൻ എടുത്ത് വയ്ക്കുന്ന സാധനം പലതും ഉപകാരപ്പെടുക. അപ്പോൾ ചില സാധനങ്ങളൊക്കെ ഉപകാരപ്പെടും, അപ്പോൾ അത് എടുത്ത് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് ഓരോ സാധനമൊക്കെ ഉണ്ടാക്കി നമ്മുടെ സ്പേസ് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. അതൊക്കെ നല്ല നേരം പോക്കാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ കൂട്ടാനും നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് നല്ല ഫണ്ണായിരിക്കും കേട്ടോ. എന്നൊക്കെ ചെയ്ത് ഇപ്പോൾ തെറ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യാൻ. നമ്മൾ ചെയ്ത് തരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വില ഉണ്ടാവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ടിപ്പ് എന്ന് പറയുന്നത് ഗോ ഫോർ നേച്ചർ സ്കെച്ചിങ് ഓർ ആർട്ട് വർക്ക്. വേറെ ഒന്നുമല്ല കേട്ടോ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക, പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ചിത്രമൊക്കെ വരയ്ക്കുക. നമ്മളൊരു ഒരു ഭാഗത്താണ് സ്പേസ് കിട്ടുക, അവിടെ ഇരുന്ന് നമ്മൾ ലൈവായിട്ട് ഓരോന്നൊക്കെ വരയ്ക്കുക. കണ്ടത് മരം വരയ്ക്കുക, പൂവാണ്, എന്താണോ കാണുന്നത് അതൊക്കെ ഒന്ന് വരയ്ക്കുക. തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. തെറ്റണമെങ്കിൽ നല്ല പഠിക്കുക നമ്മൾ ഓരോന്നും. ഞാൻ തന്നെ എന്തോരം തെറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നേച്ചർ സ്കെച്ചിങ്, ലൈവ് സ്കെച്ചിങ് ഒക്കെ ചെയ്യുക. നമ്മുടെ സ്കിൽസ് കൂട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ക്രിയേറ്റിവിറ്റി ആയാലും ഒക്കെ നല്ല കൂടാൻ നല്ല ഇതാണ് ലൈവ് സ്കെച്ചിങ്ങൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. പുറത്തേക്ക് ഇറങ്ങി നല്ല ഫ്രഷ് എയറൊക്കെ കിട്ടി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഒക്കെ വരും. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ് മൈൻഡ് കിട്ടും. അപ്പോൾ നമ്മൾ ഏത് നേരം റൂമിൽ അടച്ചിങ്ങനെ ഇരിക്കുന്നത് അത്ര ശരിയല്ല. ഞാൻ എങ്ങനെയാണ് കേട്ടോ, റൂമിൽ ഏത് നേരം ഇരിക്കുന്ന ആളെന്നെ. ഇടയ്ക്കൊക്കെ പുറത്തേക്ക് 4 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് വെയിലൊക്കെ നാറി കഴിയുമ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ വീട്ടിൽ അകത്തിരിക്കുന്ന ആളാണ്, പക്ഷേ എങ്കിലും ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഏത് നേരം വീട്ടിൽ നമുക്ക് ഞാൻ പിടിക്കില്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം കേട്ടോ.
അപ്പോൾ അങ്ങനെയാണ് അത് ആ ഒരു ടിപ്പിൽ പറയാനുള്ളത്. എന്തെങ്കിലും അവിടെ സ്കെച്ച് ചെയ്യണം. നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ നല്ലൊരു പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ഫോൺ കൊണ്ട് നടക്കരുത് കേട്ടോ. ഫോൺ കൊണ്ട് നടക്കാൻ പിന്നെ വീട്ടിലിരുന്നാൽ പോരെ, എന്തിനാ ഫോൺ കൊണ്ട് നടക്കണേ. ഫോൺ വേണമെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 2 പിക്ചറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുക. അപ്പോൾ ഫോൺ നോക്കി നടക്കൊന്നും ചെയ്യരുത്. നമുക്ക് അതിൽ കൂട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പുറത്തേക്ക് ഒരു 10 മിനിറ്റ് നടക്കുക, അവരൊക്കെ ഇട്ട് വർത്താനം പറയുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അത് വളരെ നല്ലതാണ്. ഫോൺ നമുക്ക് വല്ല വരയ്ക്കുന്ന വീഡിയോസൊക്കെ എടുക്കാം, അതൊക്കെ നല്ലതായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പുറത്ത് പോകുമ്പോൾ എപ്പോഴും ബുക്കൊക്കെ എടുത്തിട്ട് പോകുള്ളൂ. എന്നിട്ട് എവിടെയെങ്കിലും നല്ല സ്പേസ് ഇട്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ വരയ്ക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ യുവർ ചോയ്സ്. ദെൻ നമുക്ക് നിങ്ങളുടെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം കേട്ടോ ഈ ടിപ്സിൽ ഒരുപാട് കാര്യങ്ങൾ. 7ാമത്തെ ടിപ്പ് ഇതുപോലെ റിലേറ്റഡ് ആയിട്ടാണ്. സ്പെൻഡ് ടൈം വിത്ത് ഫാമിലി മെമ്പേഴ്സ് ഓർ ടീച്ച് ആർട്ട് കിഡ്സ്. അതൊക്കെയാണ്. അത് വേറെ ഒന്നുമല്ല കേട്ടോ. ആ ഫാമിലിയായിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യുക. ഈ ടൈമാണ് കുറച്ചുകൂടി ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ടൈം എന്ന് പറയുമ്പോൾ കസിൻസൊക്കെ വന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ കളിക്കുക, ഒരു ഗെയിംസൊക്കെ കളിക്കുക, പിന്നെ ഓരോ കഥകൾ പറയുക, പിന്നെ നടക്കാത്ത കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലേ. പിന്നെ അവരായിട്ട് മൂവീസ് കാണുക, ഫുഡ് കഴിക്കുക, അവരായിട്ട് പുറത്ത് പോവുക, അത് നല്ല രസമാണല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. ഉള്ളവർക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും അല്ലേ. ചേട്ടനോ ചേച്ചിയോ ആയിട്ട് തല്ലുണ്ടാക്കുക, അടി, അതൊക്കെ നല്ല രസമായിരിക്കും അല്ലേ. എനിക്കങ്ങനെ ഇല്ല. കാരണം ഞാൻ സിംഗിൾ ചൈൽഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സിബ്ലിങ്സ് നല്ല തല്ലുണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല. ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ആവാറുണ്ട് പലപ്പോഴും. കാരണം ഞാനും അച്ഛനും അമ്മയും, അപ്പോൾ നമ്മൾ എത്രയെന്ന് വെച്ചാൽ പാരൻസായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പാരൻസാണ്. ഞാൻ അച്ഛനോടും അമ്മയോടും മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ഞാൻ കൂടുതൽ അവരല്ലേ കാണുന്നത്. അപ്പോൾ അവരുടെ അടുത്താണ് കൂടുതൽ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന അവരായിട്ടാണ്. അപ്പോൾ കസിൻസൊക്കെ വന്നാൽ തന്നെ എനിക്ക് എൻ്റെ വൈബിനകത്ത് കുഞ്ഞു പിള്ളേർ അവരൊക്കെ ആയിട്ട് എത്രയെന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഒറ്റ മക്കൾക്ക് എപ്പോഴും വെക്കേഷൻ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷേ ഞാൻ വരച്ചു തുടങ്ങിയതിന് ശേഷം അങ്ങനെ ബോറിംഗ് ഒന്നുമില്ല കേട്ടോ. ഡെയിലി ഇങ്ങനെ വരയ്ക്കുക, അതാണ് ഇപ്പോൾ എൻ്റെ പണി എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണ് വെക്കേഷൻ ഫീൽ ചെയ്തിട്ടുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരു ടിപ്പ് കൂടി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ടീച്ച് കിഡ്സ് ആയിട്ട് എന്നുള്ളത്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ കസിൻസ് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പിടിച്ചെടുത്തിട്ട് അങ്ങനെയൊക്കെ വരയ്ക്കുക. അവരിങ്ങനെ കുറച്ചുകൂടി അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്കും കുറച്ച് ടൈം പോകും കേട്ടോ. അപ്പോൾ അവരായിട്ട് ഇങ്ങനെ ചിത്രം വരയ്ക്കുക, അവരായിട്ട് ഗെയിംസ് കളിക്കുക, അതൊക്കെ നല്ലതാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഓരോന്നൊക്കെ പഠിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പൻ്റെ പിള്ളേരൊക്കെ വരിക, അടുത്ത പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ എൻ്റെ അനിയത്തിക്ക് കുറച്ചും കൂടി ഇഷ്ടം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇരിക്കുക, പക്ഷേ അവർക്ക് അത്ര ക്ഷമയില്ല ഇരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അനിയത്തി വരുമ്പോൾ അല്ലാതെ എവിടെ ഇരിക്കണമെന്നൊക്കെ അവൾക്ക് അറിയാം. അപ്പോൾ അവൾ വന്നിട്ട് ഇതെടുക്കുമ്പോൾ അതൊക്കെ എടുത്തിട്ട് വെച്ചിട്ട്, ചേച്ചി നമുക്ക് ചിത്രം വരച്ചാലോ, ചേച്ചി നമുക്ക് ക്രാഫ്റ്റ് ചെയ്താലോ, ക്ലേ എടുത്തിട്ട് അങ്ങനത്തെ വർക്ക് ചെയ്താലോ എന്നൊക്കെ പറയും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇരുന്നിട്ട് അവളുടെ കൂടെ ഓരോന്ന് ഞാൻ വരയ്ക്കും, അവൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അവൾ ഇരുന്നൊക്കെ വരയ്ക്കും. ബാക്കിയുള്ള പിള്ളേർക്ക് ഇത് അത്രയും കുത്തിയിരുന്ന് വരയ്ക്കാൻ ഭയങ്കര മടിയാണ് അവർക്ക്. ഈ ബോയ്സ് ആയതുകൊണ്ട് ഭയങ്കര മടി. അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ കസിൻസൊക്കെ ഉണ്ടെങ്കിൽ ആ പിള്ളേരൊക്കെ പിടിച്ചെത്തിയിട്ട് പഠിപ്പിക്കുക. അത് നമുക്കും നല്ലതാണ്, അവർക്കും നല്ലതാണ്. 8ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് എ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഓർ ആർട്ട് ബ്ലോഗ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ മിക്സർ റൈറ്റിംഗ്, തോട്ട്സ്, പിന്നെ ട്രാക്ക് യുവർ സമ്മർ വെക്കേഷൻ ഗോൾസ്, അതൊക്കെയാണ് കേട്ടോ. അതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കിങ്ങനെ ആർട്ട് റിലേറ്റഡ് എഴുതുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഗോൾസൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പോയല്ലേ നമ്മുടെ, അത് നമ്മൾ ട്രാക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇതൊക്കെ ചെയ്തു, ഇന്ന് ഇത്ര ചെയ്യും, അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ഒരുപാട് സംഭവങ്ങൾ എഴുതാം, വരയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതാണ് 8ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ പറയണമെന്ന് വിചാരിച്ച ടിപ്പൊന്നുമല്ല, ബട്ട് പറയാമല്ലേ. അപ്പോൾ 9ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമ്മൾ കളയരുത്. കാരണം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ നമുക്ക് വല്ല ക്ലബ്ബുകാരോ ആരെങ്കിലുമൊക്കെ ഡ്രോയിങ് കോമ്പറ്റീഷൻ എന്തെങ്കിലും എസ്സേ റൈറ്റിംഗ്, എന്തെങ്കിലും കോമ്പറ്റീഷൻസൊക്കെ വെക്കുകയാണെങ്കിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് പ്രൈസ് കിട്ടുന്നത് തന്നെ ഇങ്ങനൊരു വെക്കേഷൻ ടൈമിൽ ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ പോയപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് പ്രൈസ് കിട്ടിയത്. ട്രോഫിയും പിന്നെ ക്യാഷ് പ്രൈസും ആദ്യമായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അത് കിട്ടിയത് എന്താ, ഞാൻ വെക്കേഷൻ ടൈമിൽ ഇരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ അയച്ചു തന്നിട്ടൊന്ന് ചേർന്ന് നോക്ക്. അപ്പോൾ അത് വാട്ടർ കളറിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ പോയതാണ്, വെറുതെ വരച്ച് നോക്കി. എനിക്ക് 3rd കിട്ടി, 1000 രൂപയാണ് ക്യാഷ് പ്രൈസും ട്രോഫിയും കിട്ടി കേട്ടോ. ഭയങ്കര സന്തോഷം. അതിന് ശേഷമാണ് ഞാൻ എല്ലാ കോമ്പറ്റീഷനും പോയത്. കാരണം ആദ്യമൊന്നും ഞാൻ പോകില്ല, കാരണം എനിക്കൊന്നും കിട്ടില്ല. കിട്ടിയതിന് ശേഷം എൻ്റെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് കൂടി. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം എല്ലാ കോമ്പറ്റീഷനും പോകും. അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല പ്രൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന ചാൻസ് ആരും എനിക്കറിയാം കുറേ പേര് ഇങ്ങനെ നല്ല കഴിവുണ്ടാവും, എന്നെക്കാട്ടൊക്കെ നല്ല വരയ്ക്കാനൊക്കെ നല്ല കഴിവുണ്ടാവും, അല്ലാണ്ടുള്ള മറ്റു കഴിവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നിനും പോയില്ല, ഇറങ്ങിയില്ല അവിടെ ഇരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഞാൻ പണ്ടൊന്നും പോകാത്തതിൻ്റെ ആ ഒരു ഇത് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഒന്നും കൂടി എൻ്റെ സ്കിൽസ് കൂടും, ഒന്നും കൂടി പ്രൈസൊക്കെ കിട്ടിയേനേ എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നെ പോലെ ആർക്കും തോന്നരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. 10th ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും നല്ലോണം റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. ആണ്,
എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനും ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകണം. ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയവരുണ്ടാവും, ടൈപ്പ് കാണിച്ച് പഠിച്ച് എഴുതി എന്തായിക്കോട്ടെ, എല്ലാവരും കഴിവുണ്ടാവില്ല പഠിക്കുക. ചിലർക്ക് ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുത്ത് ഞാൻ ഭയങ്കര പഠിപ്പൊന്നുമില്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. പഠിക്കുക കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട്, ഒരു പഠിപ്പികളുടെ ക്ലാസ് ഫസ്റ്റ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ കുഴപ്പമില്ലാണ്ട് പഠിക്കുന്ന ഒരാളാണ്. ബട്ട് എൻ്റെ കഴിവെന്ന് പറയുന്നത് വരയ്ക്കുക എന്നുള്ളതാണ്. എനിക്ക് ചിത്രം വരയ്ക്കുക ഒത്തിരി ഇഷ്ടമാണ്, ഭയങ്കര പ്രാന്താണ് ശരിക്കും ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ കഴിവ് അതാണ്. അപ്പോൾ ഞാൻ അതും മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പഠിക്കണ്ടേ, അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പഠിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം പഠിക്കുന്ന സമയം അത്യാവശ്യം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് 10th പഠിക്കുന്നവർക്ക് ഭയങ്കര പേടിച്ചിരിക്കുകയായിരിക്കില്ല, എല്ലാവരും ഫുൾ എ പ്ലസ് പഠിക്കും, 10ാം ക്ലാസ്സാണെന്നൊക്കെ പറയൂലേ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാൻ വന്നിട്ടുണ്ട്, ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഇന്ത്യയിൽ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ പഠിക്കാൻ നമുക്ക് കിട്ടണം. അപ്പോൾ റിസൾട്ട് ആലോചിച്ച് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞ് വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അത് എഴുതിയില്ല, അത് ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നല്ലൊരു വെക്കേഷൻ കളയാണ്ട് റിസൾട്ട് വരും, വരാനുള്ള വഴി തങ്ങില്ല, ഓട്ടോറിക്ഷ വിളിച്ചിട്ടായാലും വരും. അപ്പോൾ റിസൾട്ടിൻ്റെ കാര്യം ആലോചിച്ച് നല്ലൊരു വെക്കേഷൻ കളയാണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. എന്തും ആയിക്കോട്ടെ, നമുക്കത് ടെൻഷൻ അടിച്ച് വെറുതെ നല്ലൊരു വെക്കേഷൻ കളയാണ്ട് നോക്കാട്ടെ എല്ലാവരും. അതാണ് എനിക്ക് ലാസ്റ്റ് പറയാനുള്ള ടിപ്പ് എന്ന് പറയുന്നത്. ഇതാകും കുറച്ചുകൂടി എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക അല്ലേ. എനിക്ക് നല്ല റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഞാനും അങ്ങനെ ഇപ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ വിചാരിക്കുന്നത് ഞാൻ ടെൻഷൻ അടിക്കണം, കിട്ടിയ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം നല്ല എൻജോയ് ചെയ്ത് ഫണ്ണും നല്ല ക്രിയേറ്റീവൊക്കെ ആക്കി എടുക്കുക. അത്രയേ നല്ലത്. എന്തിനാണ് വെറുതെ ആവശ്യത്തൊക്കെ ചിന്തിച്ച് കൂട്ടണേ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബോറടിച്ചോ, ഇഷ്ടമായോ? ഇങ്ങനത്തെ ടിപ്സൊക്കെ ഇനിയും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണ്ടത് അതും കൂടി ഒന്ന് പറയണേ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ? വെക്കേഷനൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി പോയി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, സോറി. ഞാൻ ശരിക്കും ഈ വീഡിയോ കുറച്ചുകൂടി ഷൂട്ട് ചെയ്യുന്നത് 3ാമത്തെ തവണയാണ്. കാരണം 2 വട്ടം ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ചിലത് റെക്കോർഡായില്ല, ചിലത് മൈക്ക് ഞാൻ കണക്ട് ചെയ്തില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് പൊട്ടത്തരം ചെയ്തിട്ട് 3ാമത്തെ വട്ടം ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഇടുന്നൊക്കെ ചെയ്ത് വയ്ക്കും പൊട്ടത്തരം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഇനി പ്ലാൻ ചെയ്യാത്തവരും പ്ലാൻ ചെയ്തവരും അവർക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ അതുകൂടെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത്, ഒരു കുട്ടി ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് ട്രൈ ചെയ്ത് നോക്കുക, അതൊക്കെ ഒന്ന് യൂസ്ഫുൾ ആവുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ അവർക്ക്. അപ്പോൾ ഇനി അങ്ങനത്തെ വീഡിയോസിന് അതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.